ബിസ്മില്ലാ. മക്കളെ കുറച്ച് സമയം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ എന്ന് പറയും. ഒരു 15 മിനിറ്റ് നേരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آله وصحبه أجمعين. قال صلى الله عليه وسلم علموهن المعزول وسورة النور. നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് അന്ന് കാലത്തുണ്ടായിരുന്ന തുണി കൊണ്ട് നൂല് കൊണ്ടുണ്ടാക്കുന്ന പണി പഠിപ്പിക്കണം. സൂറത്തുന്നൂർ പഠിപ്പിക്കണം. സ്ത്രീകളെ സൂറത്തുന്നൂർ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ ആരായിരുന്നു? സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ കാത്തു സൂക്ഷിച്ചിരുന്നു? വളരെ ചുരുക്കി പറയാം. ജാബിർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ചിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. പോയിട്ട് ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വരിപിറകെ വരികയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തിയപ്പോൾ വളരെ വേഗത്തിൽ കുതിര ഓടിച്ചു പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുഅ്ജിലുക യാ ജാബിർ. ജാബിറേ, ഇത്ര വേഗത്തിലേക്ക് എവിടെ പോകുന്നു ജാബിറേ? ഖുൽതു യാ റസൂലല്ലാഹ് ഇന്നി ഹദീദു അഹദിൻ ബിഉർസി. ഞാൻ അടുത്ത കാലത്താണ് വിവാഹം കഴിച്ചത് യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ ബിക്രിനെയാണോ വിവാഹം കഴിച്ചത്, അത് സയ്യിബിനെയാണോ, അതായത് കന്യക പെണ്ണാണോ, അല്ലെങ്കിൽ ഒരിക്കൽ വിവാഹം കഴിച്ച പെണ്ണാണോ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവാഹിതനായതിനുള്ള ആശംസകൾ നേരുകയുണ്ടായി. ഫലമ്മാ ഖദിംനൽ മദീന ദഹബ്നാ ലിനദ്ഖുൽ. മദീനത്തെത്തിയപ്പോൾ ളുഹർ സമയത്താണ് മദീനത്തെത്തിയത്. എല്ലാവരും ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. സ്ത്രീകൾക്കറിയില്ല ഭർത്താവ് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ തദ്ഖുലാ ലൈല. നിങ്ങൾ ആരും പോകരുത്, മദീനത്ത് പള്ളിയിൽ ഇരിക്കണം. കാരണം എന്ത്? കൈ തുമശ്ശിഷ ശഅദ വ തസ്തഹിദ്ദൽ മുഗീബ. ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഭാര്യ എങ്ങനെ ഇരിക്കണമെന്നുള്ള ആ വാക്കുകൾ മുഴുവനും ഈ 2 വാക്കിൻ്റെ അകത്തുണ്ട്. എന്താ പറഞ്ഞത്? കൈ തമശ്ശിത ഷാദ. അവളുടെ തലമുടി വൃത്തിയില്ലാണ്ടിരിക്കും. ആ തലമുടി വൃത്തിയാക്കി വെക്കട്ടെ. ഒരു ഭർത്താവിന് ഒരുങ്ങും പോലെ അവൾ ഒരുങ്ങട്ടെ. കാരണം എന്താണ്? ഇത് ദീനാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യയെ കാണാൻ പാടില്ലാത്ത അവസ്ഥയിൽ പുരുഷൻ കാണരുത്. കണ്ടാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ അവളെ അവൻ വെറുത്തേക്കാം. മനസ്സിൽ നിന്നും മാറാത്ത രീതിയിലുള്ള കാഴ്ചയായി പോയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ എങ്ങനെ കാത്തു സൂക്ഷിച്ചു? എന്താ പറഞ്ഞത്? തമശ്ശിത ശഅദ. അവളുടെ തലമുടി മുഴുവനും പൊടി പിടിച്ച് കട്ട പിടിച്ചിട്ടുണ്ടാവും. അവളൊന്ന് സുന്ദരിയാവട്ടെ. വതസ്തഹിദ്ദൽ മുഗീബ. ഭർത്താവില്ലാത്ത സമയത്ത് ഇരിക്കും പോലെ ഇരിക്കാതെ ഒരു ഭർത്താവിനെ സ്വീകരിക്കുന്നവരെ പോലെ ആവട്ടെ. കാരണം എന്താണ്? ഒരു മൂമിനത്തായ പെണ്ണിന്റെ വിവാഹ ജീവിതം പാഴായി പോവരുത്. ഇതൊന്ന് ആലോചിച്ചു നോക്കി. ഇതിലെന്ത് ഇസ്ലാമാണുള്ളത്? അള്ളാഹുവിനും റസൂലിനും ഇതിൽ എന്താണുള്ളത്? അതുപോലെ തന്നെയാണ് വേറൊരു ഹദീസിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു പെണ്ണ് വലാ തുബാശിറുൽ മർഅത ലിസൗജിഹാ കന്നഹാ തുൻഇതുഹാ, ഒരു പെണ്ണും സ്വന്തം ഭർത്താവിനോട് വേറൊരു പെണ്ണിനെ കുറിച്ച് വർണ്ണിക്കാതിരിക്കട്ടെ. കൈ തുൻഇതുഹാ, അവളെ കണ്ടതുപോലെ അവനിക്ക് തോന്നുന്ന രീതിയിൽ അവൻ വർണ്ണിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കാരണം? ആ വർണ്ണന കേട്ടുകൊണ്ട് നിന്നെ അവൻ വെറുത്തേക്കാം. നീ പറഞ്ഞ വർണ്ണനയിൽ നിന്നും നിന്നെ അവൻ നിന്നെ അവൻ വെറുത്തേക്കാം. വേറൊന്ന്, അതുപോലെ പെണ്ണുങ്ങളെ അന്വേഷിച്ചവൻ പോയേക്കാം. മൂന്നാമതായിട്ട് ബഹുമാനപ്പെട്ട സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈനാനി യസ്നിയാൻ തസ്നിയാൻ, കണ്ണുകൾ രണ്ടും വ്യഭിചാരം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണ് വ്യഭിചാരം ചെയ്യും, കൈ വ്യഭിചാരം ചെയ്യും, കാല് വ്യഭിചാരം ചെയ്യും, കാത് വ്യഭിചാരം ചെയ്യും, നാക്ക് വ്യഭിചാരം ചെയ്യും. ഗുഹ്യസ്ഥാനം മാത്രമാണ് അത് സത്യമാക്കുന്നത്. ഇതൊക്കെ പറയുവാനുള്ള കാരണം എന്തെന്നറിയോ? സൂറത്തുൻ നൂറിൽ